എന്തായാലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പിന്നിട്ട 11 ദിവസമായി തുടരുന്ന ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം, അതോടൊപ്പം തന്നെ അമേരിക്ക നടത്തിയിരിക്കുന്ന ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഏകപക്ഷീയമായിട്ടുള്ള കനത്ത തോതിലുള്ള ആക്രമണം, ഇതൊക്കെ തന്നെ സ്ഥിതിഗതികൾ വളരെ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിരവധി സൈനിക താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, നയതന്ത്ര കാര്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ അമേരിക്കൻ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 1.5 ലക്ഷത്തോളം വരുന്ന അമേരിക്കൻ സൈനികരും ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഈ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള മുൻകരുതലുകളും ഈ രാജ്യങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അപകടകരമായ ഒരു സാഹചര്യം വന്നു എന്നതിൻ്റെ അർത്ഥത്തിൽ മാത്രം ഈ ഖത്തറിൻ്റെ നീക്കത്തെ കാണേണ്ടതില്ല. കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏത് നിർദ്ദേശം വന്നാലും അത് വളരെ പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ബഹ്റൈൻ അവിടുത്തെ സർക്കാർ ജീവനക്കാർക്കും മറ്റും വിദൂരമായിട്ട് ജോലി ചെയ്യാനുള്ള സംവിധാനം ചുരുങ്ങിയ സമയത്തൊക്കെ മാത്രമാണ്. ഇപ്പോൾ ഫൈസൽ അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക സമയം രാത്രി 9 മണി വരെ മാത്രമാണ്. ഇതിപ്പം വ്യോമപാത അടച്ചിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം വ്യോമപാത തുറക്കുമെന്ന സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇന്ന് വൈകിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകാതെ പോവുകയില്ല. അത് എവിടെ ഏത് സമയത്ത് എന്നത് തങ്ങൾ തീരുമാനിക്കും. എന്തായാലും ആ മറുപടി വളരെ ഉറപ്പാണ്. അത് ഏറ്റവും ശക്തമായിട്ടുള്ള കനത്ത തോതിലുള്ള ഒരു മറുപടിയായിരിക്കും നൽകാൻ പോകുന്നതെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാബുൽ മന്ദബും അതോടൊപ്പം തന്നെ ഹോർമുസ് കടലെടുക്കും ഈ ഭാഗത്തൂടെ പോകുന്ന കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകളോട് പരമാവധി ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അജി, ഞാൻ ഒരിക്കൽ കൂടി ഫൈസൽ ഹംസയിലേക്ക് കൂടെ പോവുകയാണ്. ഫൈസൽ, അല്പസമയം മുൻപ് ഫൈസൽ നിർണായകമായ ഒരു വിവരം പങ്കുവച്ചു. പ്രാദേശിക സമയം 9 മണി വരെ മാത്രമാണ് വ്യോമപാത അടച്ചിടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകളെ അത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഫൈസലിന് ലഭിക്കുന്നുണ്ടോ? നമ്മൾ പങ്കുവെച്ച വിവരം ഔദ്യോഗികമായ ഒരു സോഴ്സ് അല്ലെങ്കിൽ മിനിസ്ട്രിയോ അത്തരത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു വാർത്തയല്ല. പക്ഷേ ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഹമദ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് മറ്റ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള ഒരു വിവരമാണ്. 9 മണിയോടുകൂടി വ്യോമഗതാഗതം പൂർവ്വ രീതിയിലാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരം. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഒരു വ്യോമഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കുക എന്നുള്ളത് അതിന് ഏറെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിരവധി വിമാനങ്ങളാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് ഖത്തറിലേക്കും. നമുക്കറിയാം ഖത്തറിന്റെ ഹമദ് വിമാനത്താവളം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഹബ്ബാണ്.